കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പദ്ധതികൾ പ്ലാൻ ചെയ്ത ബി.ജെ.പി. കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുമായ ജെ.പി. നദ്ദ കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ബി.ജെ.പിയുടെ കൃത്യമായ രാഷ്ട്രീയ പദ്ധതികൾ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന അന്ന് മുതൽ ബി.ജെ.പിക്ക് കൃത്യമായ സ്ട്രാറ്റജികൾ കേരളത്തിലുണ്ട്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. വേരുറപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഏറെയുള്ള മണ്ണായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി.ജെ.പിയുടെ സർപ്രൈസ് നീക്കം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് കഴിഞ്ഞ ദിവസം ജെ.പി. നദ്ദ കേരളത്തിൽ എത്തിയതിന് പിന്നിലും. തൃശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തിയത് മുതൽ ബി.ജെ.പിക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജെ.പി. നദ്ദ കേരളത്തിൽ വന്ന ശേഷം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? കേരളത്തിൽ ആദ്യമായി ബി.ജെ.പി. വിജയം നേടിയിരിക്കുന്നു. 3ാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വന്നത് ചരിത്ര നേട്ടമാണ്. 3ാം സർക്കാർ സ്ഥിരത പ്രദാനം ചെയ്യുന്നു. ഒറീസയിൽ ബി.ജെ.പി. ഐതിഹാസിക വിജയം നേടി. ഭാവിയിൽ തമിഴ്നാട്ടിലും വിജയിക്കും. ബി.ജെ.പി. വടക്കേന്ത്യൻ പാർട്ടിയാണെന്ന പ്രചരണം ജനം തള്ളിക്കളഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. ഇപ്പോൾ അഖിലേന്ത്യാ പാർട്ടിയാണ്. കേരളത്തിൽ ഗംഭീര മുന്നേറ്റം, ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് 36% വോട്ട് നേടി. ആറ്റിങ്ങലിൽ വെറും 16,000 വോട്ടുകൾക്കാണ് നമ്മൾ പരാജയപ്പെട്ടത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ ബി.ജെ.പി. ആണ് ലീഡ് ചെയ്തത്. 6 മുനിസിപ്പാലിറ്റികളിൽ ബി.ജെ.പി. മുന്നിലാണ് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് 3 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 45 സീറ്റ് അധികം ഇത്തവണ ബി.ജെ.പിക്ക് കേരളത്തിലുണ്ടായി. 13 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സംപൂജ്യരാണ്. കോൺഗ്രസിന് കണക്കറിയാത്തതാണ് പ്രശ്നം. അതുകൊണ്ടാണ് തങ്ങൾ ജയിച്ചതെന്ന് അവർ പറയുന്നത്. കോൺഗ്രസ് വെറും ഇത്തിൽക്കണ്ണിയായി മാറിയിരിക്കുന്നു. സഖ്യകക്ഷികളുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിക്കുന്ന പാർട്ടിയാണ് ഇത്. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയാണ് കോൺഗ്രസിനുണ്ടായത്. ബി.ജെ.പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറും 26% മാത്രമായിരുന്നു. അഴിമതി മാത്രമാണ് കോൺഗ്രസിന്റെ ആശയം. ആ ആശയം കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും പരാജയപ്പെട്ടത്. കുടുംബാധിപത്യമാണ് അവരുടെ ലക്ഷ്യം. സ്വന്തം കൊടി പോലും ഒഴിവാക്കിയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത്. ബി.ജെ.പിക്കാർ മരണം പോലും വരിച്ച കൊടി ഉയർത്തുന്നവരാണ്. 15,000 പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ബി.ജെ.പി. മാത്രമാണ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. മുൻപ് കോഴിക്കോട് ദേശീയ സമ്മേളനത്തിൽ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്ന് പറഞ്ഞു. 2019 അത് റദ്ദാക്കി. അയോധ്യയിൽ രാമക്ഷേത്രം സാധ്യമാക്കിയെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. 2014 മുൻപും ശേഷവും നമ്മൾ പരിശോധിക്കണം. 2014 മുൻപ് രാജ്യത്ത് അഴിമതിയും ഇരുട്ടുമായിരുന്നു. നയപരമായ സ്തംഭനമുള്ള രാജ്യം, ഒരു അധികാരവുമില്ലാത്ത പ്രധാനമന്ത്രി ഭരിച്ച ഇന്ത്യ. എന്നാൽ ഇപ്പോൾ വെളിച്ചവും സുതാര്യതയും വന്നിരിക്കുന്നു. നിലപാടും വൈദഗ്ധ്യവുമുള്ള ഇന്ത്യയാണ് ഇന്നുള്ളത്. ശക്തനായ ഭരണാധികാരിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ അഴിമതി ഇല്ലാതായി. സൗജന്യ റേഷനിലൂടെ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാനായി. രാജ്യം ഇന്ന് സാമ്പത്തികമായി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും കേരളത്തിൽ ബി.ജെ.പി. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായുള്ള സ്ട്രാറ്റജികൾ കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്ന് വേണം ജെ.പി. നദ്ദയുടെ സന്ദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ.